നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. നാട്ടിക 9ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്നു. നാട്ടികയിലെ ക്ഷേത്രത്തിൽ നിന്നും വിളക്കുകൾ മോഷ്ടിച്ചവരെ പോലീസ് പിടികൂടി. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം. ടി.കെ. നവീനചന്ദ്രൻ മനുഷ്യാവകാശങ്ങൾക്കായുള്ള പോരാട്ടം തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ട്. വിശദമായ വാർത്തകളിലേക്ക്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നു. ചൊവ്വാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ തൃപ്പയാർ AUP സ്കൂളിലെ 2 ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. വാർഡ് മെമ്പറായിരുന്ന KB ഷൺമുഖന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. വാർഡിൽ മൊത്തം 1516 വോട്ടർമാരാണുള്ളത്. ഇതിൽ 1107 പേർ വോട്ട് രേഖപ്പെടുത്തി. 73.02% പോളിംഗ്. രാവിലെ മുതലേ ബൂത്തുകളിൽ സ്ത്രീകളുടെ നീണ്ട നിര പ്രകടമായിരുന്നു. LDF സ്ഥാനാർത്ഥിയായി V. ശ്രീകുമാറും UDF സ്ഥാനാർത്ഥിയായി P. വിനുവും NDA സ്ഥാനാർത്ഥിയായി ജ്യോതിദാസുമാണ് മത്സരിക്കുന്നത്. വോട്ടെണ്ണൽ ബുധനാഴ്ച 10-ന് നാട്ടിക പഞ്ചായത്ത് ഹാളിൽ നടക്കും. ക്ഷേത്രത്തിൽ നിന്നും വിളക്കുകൾ മോഷ്ടിച്ച പ്രതികളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശികളായ മോഹിദുൽ ഇസ്ലാം, അസിത്തുൽ ഹക്ക് എന്നീ പ്രതികളെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ദിവസമാണ് നാട്ടിക കാളക്കൊടുവത്ത് ക്ഷേത്രത്തിൽ നിന്നും 10ഓളം ഓട്ടുവിളക്കുകൾ മോഷ്ടിച്ചത്. തുടർന്ന് അന്വേഷണത്തിൽ പിറ്റേ ദിവസം തന്നെ വലപ്പാട് പോലീസ് മുറ്റിച്ചൂർ ഭാഗത്തു നിന്നും പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നും വിളക്കുകൾ കണ്ടെടുത്തിട്ടുണ്ട്. പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം. കസ്റ്റഡി മരണങ്ങൾക്കും പോലീസ് മർദ്ദനങ്ങൾക്കുമെതിരെ സന്ധിയില്ലാത്ത നിയമ പോരാട്ടങ്ങളുമായി തൃശൂർ സ്വദേശിയായ 66-കാരൻ തന്റെ പടയോട്ടം തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ട് തികയുകയാണ്. തൃശൂർ നേർവഴി മനുഷ്യാവകാശ വേദി കൺവീനറായ ടി.കെ. നവീനചന്ദ്രനാണ് കസ്റ്റഡി മരണങ്ങൾക്കും ലോക്കപ്പ് മർദ്ദനങ്ങൾക്കും പോലീസിന്റെ ക്രിമിനൽ വൽക്കരണത്തിനുമെതിരായുള്ള മനുഷ്യാവകാശ സമരങ്ങൾക്കായി തന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. വൈകിയെത്തുന്ന നീതി അനീതിയാണ്. നിയമം പാവപ്പെട്ടവനോട് അകന്നും പണക്കാരനോട് അടുത്തും നിൽക്കുന്നതിന്റെ കാരണം അനീതിയാണ്. നീതിയോട് അനീതി കാട്ടുന്നവർക്കെതിരെ പ്രതികരിക്കുക. പൊതുജനങ്ങൾക്ക് നിയമപരമായ അറിവ് നൽകുന്നതിനായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നേർവഴി മനുഷ്യാവകാശ വേദിയുടെ പ്രചരണ ബോർഡിലെ വാക്കുകളാണിവ. ഇതിന്റെ അമരക്കാരനാണ് അന്തിക്കാട് സ്വദേശിയായ നവീനചന്ദ്രൻ. മനുഷ്യാവകാശ വേദി നീതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ കേരളത്തിലെ 15ഓളം കസ്റ്റഡി മരണങ്ങളും 500-ലധികം ലോക്കപ്പ് മർദ്ദനങ്ങളിലും കാരണക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നതിനും ഇരകളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങി നൽകുന്നതിനും ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ടി.കെ. നവീനചന്ദ്രന്റെയും നേർവഴി മനുഷ്യാവകാശ വേദിയുടെയും പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. 2005-ൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊട്ടാരക്കര സ്വദേശി രാജേന്ദ്രൻ എന്ന യുവാവിന്റെ കസ്റ്റഡി മരണം നേർവഴി മനുഷ്യാവകാശ വേദി ഏറ്റെടുക്കുകയും നിയമ പോരാട്ടത്തിലൂടെ ഉത്തരവാദികളായ പോലീസുകാർക്ക് ജീവപര്യന്തം തടവും ഇരയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരവും നേടിക്കൊടുത്തതാണ് ആദ്യ ഇടപെടൽ. പോലീസിന്റെ നിയമലംഘനങ്ങളെ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ നേരിടുകയാണ് വേണ്ടതെന്ന വിശ്വാസം നവീനചന്ദ്രന് പകർന്നു നൽകിയത് അന്തിക്കാട്ടെ ചെത്തുതൊഴിലാളിയായ അച്ഛൻ TN കാർത്തികേയനാണ്. കണ്ടശങ്കടവ് ചകിരി തൊഴിലാളി സമരത്തിലും അന്തിക്കാട് കൊലമുറി സമരത്തിലും പങ്കെടുത്ത കാർത്തികേയന് പോലീസ് മർദ്ദനത്തിൽ ഒരു കണ്ണ് നഷ്ടമാവുകയും നട്ടെല്ല് തകരുകയും ചെയ്തിരുന്നു. പോലീസിന് ആരെയും മർദ്ദിക്കാൻ അവകാശമില്ലെന്നും മർദ്ദകരായ പോലീസുകാർക്കെതിരെ നിയമ പോരാട്ടമാണ് വേണ്ടതെന്നുമുള്ള അച്ഛന്റെ വാക്കുകളാണ് പോലീസ് നിയമലംഘനങ്ങൾക്കെതിരെയുള്ള നേർവഴി സമരങ്ങൾക്ക് നവീനചന്ദ്രന്റെ കരുത്ത്. ഏഷ്യൻ രാജ്യങ്ങളിലെ പട്ടാള അതിക്രമങ്ങൾക്കും പോലീസ് അതിക്രമങ്ങൾക്കുമെതിരെ നിയമ പോരാട്ടം നടത്തുന്ന ഹോങ്കോങ് ആസ്ഥാനമായ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പിന്തുണയോടുകൂടിയാണ് നേർവഴിയുടെ മനുഷ്യാവകാശ രംഗത്തെ ഇടപെടലുകൾ. നേർവഴി അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ മനുഷ്യാവകാശ സംഘടനകൾ ഏറ്റെടുത്ത പോലീസ് പീഡന കേസുകൾ തെളിവ് സഹിതം AHRCയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ വന്നപ്പോഴാണ് സംസ്ഥാന പോലീസ് ആക്ടിന് വഴിതെളിഞ്ഞത്. കേരള പോലീസ് ആക്ടിന്റെ കരട് പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ കരട് ആക്ടിന്മേൽ ആദ്യമായി മന്ത്രിമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ സംവാദം തൃശൂരിൽ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും ഉൾപ്പെടുത്താനും ടി.കെ. നവീനചന്ദ്രന്റെയും നേർവഴിയുടെയും ഇടപെടൽ സഹായിച്ചു. പോലീസുകാർ പ്രതികളായ കേസുകൾ പോലീസുകാർ തന്നെ അന്വേഷിക്കുന്നത് നീതി നിഷേധിക്കലാണെന്ന വാദമാണ് പിന്നീട് സംസ്ഥാനത്ത്
പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. ഇത് മനുഷ്യാവകാശ വേദിയുടെ പ്രവർത്തനങ്ങളുടെ പൊൻതൂവൽ കൂടിയായിരുന്നു. കോടതി വ്യവഹാരങ്ങൾ മാതൃഭാഷയിലാക്കണമെന്നാവശ്യപ്പെട്ട് അനവധി ക്യാമ്പയിനുകൾ ഹൈക്കോടതിക്കും ജില്ലാ കോടതികൾക്കും മുന്നിൽ നേർവഴി നടത്തി. കസ്റ്റഡി മരണങ്ങളെക്കുറിച്ചുള്ള ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും ഇടയാക്കിയത് നേർവഴിയാണ്. നമ്മുടെ പോലീസിന്റെ മനോഭാവത്തിലും പ്രവർത്തനത്തിലും വലിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ടെന്ന പക്ഷക്കാരനാണ് TK നവീനചന്ദ്രൻ. ഞാനൊക്കെ മനുഷ്യാവകാശമായ പ്രവർത്തനമായി ആരംഭിക്കുന്ന കാലത്ത് പോലീസിന് ആളുകളെ തല്ലാം അല്ലെങ്കിൽ പോലീസിന് ആളുകളെ തെറി പറയാം എന്നൊക്കെ വിശ്വാസമായിരുന്നു നമ്മുടെ രാഷ്ട്രീയക്കാർക്കും നമ്മുടെ ജനങ്ങൾക്കും ഉണ്ടായിരുന്നത്. ഇന്ന് ഇവിടുത്തെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം പോലീസിന് തല്ലാൻ പാടില്ല, പോലീസിന് തെറി പറയാൻ പാടില്ല എന്ന്. പോലീസ് ആരെങ്കിലും തല്ലിക്കഴിഞ്ഞാൽ അതിന് മുമ്പ് അവർ പരാജയമായി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നേർവഴിയുടെ ഒരു പ്രധാന ലക്ഷ്യം അതോടുകൂടി നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നേർവഴി ഇല്ലാതെ തന്നെ, നേർവഴിയുടെ സഹായം ഇല്ലാതെ തന്നെ ജനങ്ങൾ കൃത്യമായി പരാജയപ്പെടാനും അതിൻ്റെ പിന്നാലെ കൃത്യമായി പോയി നടപടികൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതാണ് നേർവഴിയുടെ ഒരു ഇനിയും ഇതുപോലത്തെ അവസ്ഥകൾ വരുമ്പോൾ അതിന് ആവശ്യമായ രീതിയിലുള്ള സഹായം ചെയ്യാൻ നേർവഴിക്ക് ഇപ്പോഴും അതിൻ്റേതായ സംവിധാനങ്ങളുണ്ട്. ആ രീതിയിൽ തന്നെ നമ്മൾ സംവിധാനം ചെയ്യും. കൊളോണിയൽ പോലീസിന്റെ മൂന്നാം മുറയല്ലാതെ ആധുനിക സാങ്കേതിക വിദ്യയും മനഃശാസ്ത്ര സമീപനങ്ങളും പ്രയോജനപ്പെടുത്തി കേസ് തെളിയിക്കുവാൻ പോലീസിനും കേസുകളിൽ കാലതാമസമില്ലാതെ വിധി കൽപ്പിക്കാൻ കോടതികൾക്കും കഴിയുമ്പോഴാണ് നിയമവാഴ്ച ഫലപ്രദമാവുകയുള്ളൂ എന്ന് നവീനചന്ദ്രൻ പറയുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് കോടതികളിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ ഇപ്പോൾ പോലീസ് എടുത്തൊരു കേസിനായാലും, നമ്മൾ പോലീസിനെതിരെ കൊടുത്ത കേസിനായാലും, നമ്മൾ മറ്റൊരു വ്യക്തി നമ്മളെ ചതിച്ചതിനെതിരെ കൊടുത്ത കേസായാലും, സിവിലായാലും ക്രിമിനലായാലും ഏത് കേസായാലും അടുത്ത കാലത്തൊന്നും അതിൻ്റെ വിചാരണയോ വിധിയോ വരുന്നൊരവസ്ഥ നിലവിലില്ല. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഇവിടെ വൈകിയെത്തുന്ന നീതി അനീതിയാണ് എന്ന് പറയുന്നത് പോലെ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. വൈകി നമ്മുടെ നീതി നിഷേധം വളരെയേറെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോടതികൾ കൃത്യമായ രീതിയിൽ വളരെ വേഗത്തിൽ കേസുകൾ തീർക്കാവുന്ന രീതിയിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം നിലനിൽക്കുകയുള്ളൂ. പോലീസ് ടോർച്ചറിംഗ് വിഷയമായി വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നടന്ന കോൺഫറൻസുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധിയായി നവീനചന്ദ്രൻ പങ്കെടുത്തിട്ടുണ്ട്. പരിസ്ഥിതി വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാ സമരമേഖലകളിലും ഇന്ന് നേർവഴിയുടെ ശബ്ദമുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നായി നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായുള്ള മനുഷ്യാവകാശ വേദിയുടെ സംസ്ഥാനത്തെ ഒരേയൊരു കേന്ദ്രം തൃശൂരിലാണ്. മനുഷ്യാവകാശങ്ങളെ അംഗീകരിക്കുന്ന കേരളത്തിനായി തൃശൂർ അയ്യന്തോളിലെ നേർവഴി മനുഷ്യാവകാശ വേദിയുടെ ഓഫീസിലിരുന്ന് സദാ പ്രവർത്തന നിരതനാവുകയാണ് TK നവീനചന്ദ്രൻ എന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ. ഒരു വിവേചനവുമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ അന്തസ്സോടെ ഈ ലോകത്ത് ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു മനുഷ്യാവകാശ ദിനം കൂടി കടന്നുപോകുന്നു. അസമത്വങ്ങളില്ലാത്ത നല്ലൊരു നാളെ പിറവി കൊള്ളുമെന്ന പ്രതീക്ഷയിൽ. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം സ്വദേശി പോത്താമ്പറമ്പിൽ മനുവിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 6-ാം തീയതിയാണ് മൂന്നുപീടികയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 9 ഗ്രാമിലധികം തൂക്കം വരുന്ന മുക്കുപണ്ടം പണയം വെച്ച് 50,000 രൂപ തട്ടിയെടുത്തത്. പരാതിയെ തുടർന്ന് കയ്പമംഗലം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം SI KS സൂരജ്, ജെയ്സൺ, ഫാറൂഖ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കാപ്പ നിയമപ്രകാരം നാട് കടത്തപ്പെട്ട ആൾ നിയമം ലംഘിച്ച് നാട്ടിലെത്തിയതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ചളിങ്ങാട് സ്വദേശി വൈപ്പിൻകാട്ടിൽ അജ്മലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇയാളെ 6 മാസക്കാലത്തേക്ക് കാപ്പ ചുമത്തി നാട് കടത്തിയത്. ഇത് ലംഘിച്ച് മൂന്നുപീടിക സ്വദേശി പുഴങ്കരയിലെത്ത് മുസ്തഫയുടെ വീട്ടിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. താമസ സൗകര്യം ഒരുക്കിയതിന് മുസ്തഫയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, SIമാരായ KS സൂരജ്, ജെയ്സൺ, CPO ഫാറൂഖ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ജോബി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കുപ്രസിദ്ധ ഗുണ്ട വലപ്പാട് ബീച്ച് തറയിൽ വിഷ്ണുവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. പോക്സോ കേസ് ഉൾപ്പെടെ 8ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. മതിലകം കൂളിമുട്ടത്ത് ബൈക്കിൽ പോവുകയായിരുന്ന യുവാവിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിൽ ഒരാളെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. മതിലകം കൂളിമുട്ടം ഭജനമഠം സ്വദേശി രാമത്ത് വീട്ടിൽ ദിലീപിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ മറ്റു പ്രതികളായ രാഹുൽ രാജ്, അഖിൽ എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ നവംബർ 7-നാണ് ഇളയാരംപുരയ്ക്കൽ പ്രശോഭയെ ഇവർ സംഘം ചേർന്ന് ആക്രമിച്ചത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തളിക്കുളം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഇടശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കച്ചേരിപ്പടിയിലുള്ള തളിക്കുളം വില്ലേജ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KSSPU ജില്ലാ സെക്രട്ടറി C. ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MB മധു അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ബ്ലോക്ക് ട്രഷറർ TK ഹരിദാസ്, വിമല ടീച്ചർ, ആശലത ടീച്ചർ, ജില്ലാ കമ്മിറ്റി അംഗം KK ധർമ്മപാലൻ, സുമന ടീച്ചർ, പ്രകാശൻ, അജിതകുമാർ, ജയപ്രകാശൻ, വിജയലക്ഷ്മി, NP സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. മിതവും ന്യായവുമായിട്ടുള്ള ആവശ്യങ്ങൾ അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് സംസ്ഥാനത്ത് 250ഓളം കേന്ദ്രങ്ങളിൽ ഇത് നടക്കുക. നമ്മുടെ ഈ പ്രസിദ്ധീകരിച്ച നോട്ടീസുകളിൽ നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങൾ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് നമ്മുടെ സ്വാഗത പ്രാസംഗികനും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പെൻഷൻ പരിഷ്കരണത്തിലെ കുടിശ്ശികയും അനുവദിക്കുവാൻ ബാക്കിയുള്ള 6 ഗഡു ക്ഷാമബത്തെയും അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിർത്തലാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കുക, PFRDA നിയമം പിൻവലിക്കുക, മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക, പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പെൻഷനേഴ്സ് യൂണിയൻ മാർച്ചും ധർണയും നടത്തിയത്. പെൻഷൻ ഭവനിൽ നിന്ന് ആരംഭിച്ച മതിലകം സെന്ററിൽ നടന്ന ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി BN രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CK ശങ്കു അധ്യക്ഷയായി. ബ്ലോക്ക് സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ, BK അശോകൻ, MD സന്തോഷ്, CV ഗ്രേസി എന്നിവർ സംസാരിച്ചു. പെട്രോമാക്സും ചിമ്മിനി വിളക്കുമായി KSEB സബ്സ്റ്റേഷനിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ധർണ മുൻ MPയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KK ബാബു മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി BG അശോകൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. മണലൂർ മണ്ഡലം പ്രസിഡന്റ് MB അരുൺ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ PP സ്റ്റീഫൻ, ജെൻസൺ ജെയിംസ്, അഡ്വക്കേറ്റ് MA മുസ്തഫ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, INTUC ജില്ലാ സെക്രട്ടറി KK പ്രകാശൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് BC ഷീജ എന്നിവർ സംസാരിച്ചു. മാധ്യമങ്ങളിലൂടെ ഇത് കാണുന്നവർക്കും അറിയാം, ഇതുപോലെ ജനജീവിതം ഏറ്റവും കഷ്ടം നേടിയ ഒരു കാലം ഇതിൽ നിന്നുണ്ടായിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അതിരൂക്ഷമാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് 13 കൊല്ലം മുമ്പ് 1 കിലോ അരിയുടെ വില 23 രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് 1 കിലോ അരിയുടെ വില 43 രൂപയ്ക്ക് മേലെയായി മാറി. ഉപ്പു തൊട്ട് കർപ്പൂരം പറയുന്നത് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന നാടൻ പ്രയോഗം 100% യാഥാർത്ഥ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം നോക്കാം മറ്റു വാർത്തകൾ. അശോക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് തളിക്കുളം, വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. 5-സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയ സിംഗിൾ, ഡബിൾ ആൻഡ് സ്യൂട്ട് റൂംസ്. വിവാഹം, ജന്മദിനം തുടങ്ങി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആധുനിക ശബ്ദ വെളിച്ച സംവിധാനത്തോടു കൂടിയുള്ള മനോഹരമായ ഓഡിറ്റോറിയം 9ാമത്തെ നിലയിൽ ഒരുക്കിയിരിക്കുന്നു. പടിഞ്ഞാറ് അറബിക്കടലിന്റെയും കിഴക്ക് കനോലി കനാലിന്റെയും ഇടയിലായി പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആഘോഷവേളകൾ മനോഹരമാക്കാം. മിനി കോൺഫറൻസ് ഹാൾ, അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം. അശോക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് തളിക്കുളം. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം, ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ,
പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസക്കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. പിണക്കം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഹാപ്പി ആനിവേഴ്സറി. അപ്പൊ മറന്നിട്ടില്ലേ? പിന്നല്ല. ഇത് മാത്രം പോരാ, വേറെ ഗിഫ്റ്റും കൂടി വേണം. അയ്യോ, സൂക്ഷിച്ച് നോക്കി കഴിക്ക്. മൂക്കുത്തിയോ? കൊള്ളാലോ. നീ സാരി ഉടുക്കുമ്പോ തിട്ടാ സെറ്റാ. അപ്പൊ ചുരിദാർ ഇടുമ്പോഴോ? അതിനല്ലേ ഇത്. എന്നാ പിന്നെ ഡെയിലി മാറ്റി മാറ്റിയിട്ട് 5-6 മേടിച്ചുകൂടായിരുന്നോ? അതിനല്ലേ ഇത്. പിന്നെ നിങ്ങൾക്ക് എന്താ വല്ല ലോട്ടറി മേടിച്ചോ? നമ്മുടെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പൊ മൂക്കുത്തി ഫെസ്റ്റ് നടക്കുക. അവിടെ നല്ല കിടില മൂക്കുത്തി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ആ പിന്നെ ആന്റിക് ചെട്ടിനാട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. കല്യാണ പാർട്ടികൾക്ക് 10% അഡ്വാൻസ് നൽകിക്കൊണ്ട് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സ്കീമും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വരുന്ന നവംബർ 15 മുതൽ ഡിസംബർ 5 വരെ ഈറൻ ബൊണാൻസ ആയതുകൊണ്ട് മൂക്കുത്തി വാങ്ങിച്ചാൽ വേദന ഇല്ലാതെ കുത്തി തരും, അതും ഫ്രീ ആയിട്ട്. എന്നാ നീ ഒരെണ്ണം കുത്ത്, നമുക്ക് മറ്റേ കപ്പിൾ ടാറ്റോ കടിക്കുന്ന പോലെ കപ്പിൾ മൂക്കുത്തി ഉണ്ടാക്കാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. വർഷാവസാന ഷോപ്പിംഗ് ആഘോഷമാക്കാം ഇഷാരയ്ക്കൊപ്പം. വാർത്തകൾ തുടരുന്നു. വൈദ്യുതി ചാർജ് അന്യായമായി വർദ്ധിപ്പിച്ച സർക്കാരിന്റെ നടപടിക്കെതിരെ താന്യം മണ്ഡലം പ്രവാസി കോൺഗ്രസ് പെരിങ്ങോട്ടുകര വൈദ്യുതി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ചൂട്ടുകത്തിക്കൽ സമരവും നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി കെ സുശീലൻ ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വിവരാവകാശ നിയമപ്രകാരം എടുത്ത കണക്കിൽ ബോർഡ് ലാഭത്തിലാണ്. പക്ഷേ ഇവർ പറയുന്നു ബോർഡ് വല്ലാത്ത നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം എത്ര കൂട്ടിയാലും ബോർഡ് നഷ്ടത്തിലേ പോകും. കാരണം ഇവരുടെ ദൂർത്ത്. പ്രവാസി കോൺഗ്രസ് താന്യം മണ്ഡലം പ്രസിഡന്റ് ലൂയിസ് താണിക്കൽ അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ വി കെ പ്രദീപ്, വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ, മണ്ഡലം പ്രവാസി കോൺഗ്രസ് സെക്രട്ടറി നിസാർ കുമ്മം കണ്ടത്ത്, ട്രഷറർ വില്ലി പട്ടത്താനം, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുനീർ എടശ്ശേരി, ജില്ലാ ട്രഷറർ ഇ എം ബഷീർ, സെക്രട്ടറി ബാബു കുന്നുമൽ, ബ്ലോക്ക് പ്രസിഡന്റ് വാസൻ നാന്തുപറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി യു സുഭാഷ് ചന്ദ്രൻ, സെക്രട്ടറി വാസൻ കോഴിപ്പറമ്പിൽ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ ബി സജീവ് എന്നിവർ സംസാരിച്ചു. ജനുവരി 7 നടക്കുന്ന പോണലൂർ ദേശവിളക്ക് മഹോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം പറത്താട്ടിൽ ഷെഡിന് സമീപം അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സെൻ കല്ലാറ്റ് അധ്യക്ഷനായി. സെക്രട്ടറി ഷൈജു അംബികേശൻ, ട്രഷറർ സി എസ് വസന്തൻ, മുഖ്യ രക്ഷാധികാരി വി ജി സുരേഷ് ബാബു, രക്ഷാധികാരി ഷിനു കുറുവത്ത്, ചീഫ് കോർഡിനേറ്റർമാരായ കെ കെ ഹരിദാസ്, ജനാർദ്ദനൻ മണ്ണുമ്മൽ, സി ആർ ഗിരിജ വല്ലഭൻ, സി ആർ രമേശ്, സി എസ് അനിൽകുമാർ, എം വി അരുൺ, വാർഡ് മെമ്പർ കൃഷ്ണേന്ദു, ഷിജിത്ത് എന്നിവർ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ 318D ക്ലോത്ത് ബാങ്ക് പ്രോജക്ട് പ്രകാരം വസ്ത്രങ്ങൾ ഏറ്റെടുത്തു. കല്ലേറ്റിങ്കര ലയൺസ് ക്ലബ്ബിൽ നിന്നും സ്വീകരിച്ച വസ്ത്രങ്ങൾ ക്ലബ്ബ് പ്രസിഡന്റ് ടി വി ജെക്സൺ, ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ വളപ്പിലയുടെ സാന്നിധ്യത്തിൽ ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പീതാംബരൻ രാമത്തിന് കൈമാറി. എ ആർ രാമകൃഷ്ണൻ തങ്കപ്പൻ, സുഷമ നന്ദകുമാർ, രാമകൃഷ്ണ മേനോൻ, ടോണി ഏനോക്കാരൻ, നന്ദകുമാർ കൊട്ടാരത്തിൽ, ബിജോയ് ആലപ്പാട്ട്, ടി കെ സുഗതൻ, കെ എസ് പ്രദീപ് എന്നിവർ പങ്കെടുത്തു.
തൃപ്പയാർ ക്ഷേത്ര വാദ്യകല ആസ്വാദക സമിതി അവാർഡ് കരസ്ഥമാക്കിയ തിമില വാദ്യകലാവിദ്വാൻ കേളത്ത് കുട്ടപ്പൻ മാരാരെ അനുമോദിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വാർഡ് മെമ്പർ ആൻഡ്രോ തൊറയൻ കേളത്ത് കുട്ടപ്പൻ മാരാരെ വസതിയിലെത്തി അനുമോദിച്ചു. ഉത്സവമേളകളിൽ ഗാംഭീര്യം പകരുന്ന പഞ്ചവാദ്യത്തിൽ പ്രമാണസ്ഥാനത്തുള്ള തിമിലയിൽ കണിശമായ കണക്കും പ്രായോഗിക മികവും പുലർത്തുന്ന കേളത്ത് കുട്ടപ്പൻ മാരാർ കഴിഞ്ഞ 52 വർഷത്തോളമായി വാദ്യകലാരംഗത്തെ സജീവ സാന്നിധ്യമാണ്. ചടങ്ങിൽ കാഞ്ചന ധർമ്മരാജൻ, രാനിഷ് കെ രാമൻ, റിജു കടക്കന്തറ എന്നിവർ സംസാരിച്ചു. അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പന്തം കൊളുത്തി യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാടനപ്പള്ളിയിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് AY ഹർഷാദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PM ഷരീഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് PK അഹമ്മദ്, ജനറൽ സെക്രട്ടറി AA ഷജീർ, യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി VM മുഹമ്മദ് സമാൻ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KS ഹുസൈൻ, ഗ്രാമപഞ്ചായത്ത് അംഗം രേഖ അശോകൻ, താഹിറ സാദിഖ്, AM നിയാസ്, BA നിസാർ, AC അബ്ദുറഹ്മാൻ, PA സിദ്ദിഖുൽ അക്ബർ, PA മുജീബ്, RH ഹാഷിം എന്നിവർ സംസാരിച്ചു. വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ 15 വിദ്യാർത്ഥികൾ സപ്തസ്വര ശരത്താശാന്റെ നേതൃത്വത്തിൽ ചിന്തുപാട്ട് പഠനത്തിന് ആരംഭം കുറിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് ക്ഷേത്രം നടപ്പുരയിൽ ക്ഷേത്ര കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രേംദാസ് EVL അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സിദ്ധപ്രസാദ് മാസ്റ്റർ, ട്രഷറർ KK ശ്രീരാമൻ, ഭാരവാഹികളായ ഗൗരി ടീച്ചർ, ഷാജി പുളിക്കൽ, O മണികണ്ഠൻ, സുഖേഷ് ശാന്തി, വിമല ടീച്ചർ, തങ്കമണി, ത്രിവിക്രമൻ, ലക്ഷ്മി തിലകൻ, അംബിക ടീച്ചർ, ഷീന അജയൻ, മണികണ്ഠൻ, ഉണ്ണികൃഷ്ണൻ, സീത സുനിൽ, റിയ മനേഷ്, നകുലൻ പുളിക്കൽ എന്നിവർ സംസാരിച്ചു. സംവിധാനം ഒരുക്കാണ്. ആദ്യം ഇവിടെ ഉടുക്കൂട്ടും ചിന്തുപാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതുകൊണ്ട് എല്ലാവരും ഉടുക്കൂട്ട് പാട്ടെന്ന് പറയാം നമ്മൾ അന്ന്. അതൊക്കെ നടത്തിയിരുന്നു. അവരൊക്കെ ഇപ്പം നല്ല പ്രഗത്ഭന്മാരായി. അത് നമ്മുടെ ഗുരുവിൻ്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന പാട്ടി ഒക്കെ ചെയ്യുമ്പോൾ അതൊരു അനുഗ്രഹം കിട്ടും അവർക്ക്. വലപ്പാട് പള്ളിപ്പുറം GFLP സ്കൂളിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം നടത്തിവരുന്ന കരാട്ടെ പരിശീലനത്തിന്റെ ഗ്രേഡിംഗും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ അധ്യക്ഷയായി. പ്രധാന അധ്യാപിക KS സൽമ, മെമ്പർമാരായ സിജി സുരേഷ്, അനിത കാർത്തികേയൻ, അധ്യാപക പ്രതിനിധി ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സുരേന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത്. പരിശീലകന്റെയും അതുപോലെ തന്നെ ആ പരിശീലനത്തിനനുസരിച്ച് തന്നെ അത് കൃത്യമായിട്ട് അത് പഠിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളും അതുപോലെ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും കൂടിച്ചേരുമ്പോഴാണ് അത് ഇത്തരത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാലയത്തിന് അധ്യയനത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ മറ്റും നൽകിയും പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തോടനുബന്ധിച്ച് സംഗീത മണ്ഡപത്തിൽ 11ാം ദിവസം എറണാകുളം G അക്ഷയ, അർജുൻ ഗിരിജൻ, നെച്ചൂർ രതീശൻ എന്നിവർ സംഗീത കച്ചേരി അവതരിപ്പിച്ചു. വയലിനിൽ മാവേലിക്കര സതീഷ് ചന്ദ്രനും
പെരുന്ന ജി ഹരികുമാർ മൃദംഗത്തിലും തൃപ്പൂണിത്തുറ കെ ഗോപാലകൃഷ്ണൻ ഘടത്തിലും പക്കമേളമൊരുക്കി. കൃഷ്ണ സുധീഷും പുണ്യ വി എസും അവതരിപ്പിച്ച യോഗ നടനം വേറിട്ട അനുഭവം പകർന്നു. തൃശൂർ ഭാവയാമി കലാക്ഷേത്രത്തിലെ നിഷ ഭാവയാമി അവതരിപ്പിച്ച മോഹിനിയാട്ടവും മനോജ് കുമാറും നിഷ മനോജ് കുമാറും അവതരിപ്പിച്ച ഭരതനാട്യവും ദശപുഷ്പം ജൂനിയർ ടീമും മുളങ്കുന്നത്തുകാവ് പൂർണ്ണേന്ദു ടീമും അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി. താന്യം ഗ്രാമപഞ്ചായത്ത് താന്യം കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ നെറ്റിപ്പട്ടം നിർമ്മാണ പരിശീലനത്തിന്റെ സമാപനവും പ്രദർശനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സുജിത നിരേഷ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, CDS വൈസ് ചെയർപേഴ്സൺ സുജിത ജോഷി, CDS മെമ്പർമാരായ സരിത രാധീപ്, യമുന രാജു, വൃന്ദ ജയലാൽ, മിനി രാമദാസ്, രാജി ജിത്തു, ബിന്ദു മനോജ്, ട്രെയിനർമാരായ സലീന, രൂപശ്രീ, ട്രെയിനിംഗ് ടീം ലീഡർ ജെയ്നി എന്നിവർ സംസാരിച്ചു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദമയന്തി ചേച്ചിക്ക് നിർമ്മിക്കുന്ന വീടിന്റെ വാർപ്പ് നടന്നു. പരീക്ഷാ ദിനത്തിലും NSS വോളണ്ടിയേഴ്സ് അവരുടെ സാന്നിധ്യം അറിയിച്ചു. പദ്ധതിയുമായി സഹകരിക്കുന്ന എല്ലാ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളെയും പ്രധാനാധ്യാപിക മിനി R വിജയൻ അഭിനന്ദിച്ചു. പരിപാടിയിൽ NSS ലീഡർമാരായ ശ്രീലക്ഷ്മി, ജന ഫാത്തിമ, റയാൻ ഫൈസൽ എന്നിവരും NSS വളണ്ടിയേഴ്സും അധ്യാപകരായ രഘുരാമൻ, KR അമർ, EB ഷൈജ, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് എന്നിവരും പങ്കെടുത്തു. NSS യൂണിറ്റിന്റെ ഭാഗമായിട്ട് അമ്മയ്ക്കൊരു വീട് എന്ന രീതിയിൽ ഒരു വീടിന്റെ വാർപ്പാണ് ഇവിടെ നടക്കുന്നത്. അത് ഞങ്ങളുടെ തന്നെ സ്കൂളിലെ ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന ദമയന്തി ചേച്ചിക്ക് വേണ്ടിയാണ് ചെയ്തു കൊടുക്കുന്നത്. അതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടത് ഞങ്ങളുടെ സ്കൂളിലെ NSS യൂണിറ്റും അതിൻ്റെ കോർഡിനേറ്റർ ശലഭ ടീച്ചറുമാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അത് അമ്മ നമ്മുടെ സ്കൂളിൽ വർഷങ്ങളായിട്ട് കഞ്ഞി വെക്കുന്ന ഒരു അമ്മയുടെ വീടിൻ്റെ വാർപ്പാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിനുള്ള ഫണ്ട് സമാഹരിച്ചത്. ഇപ്പോൾ ഏകദേശം വാർപ്പ് കഴിഞ്ഞു. ഇനിയും അതിനുള്ള ഫണ്ട് ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ. സമഗ്ര ശിക്ഷ കേരളം മതിലകം BRCയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനം ആചരിച്ചു. ശ്രീനാരായണപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PN ഔഷാദ് അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ KB ബ്രിജി, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയൂബ്, മിനി പ്രദീപ്, പാപ്പിനിവട്ടം AM UP സ്കൂൾ മാനേജർ സൈഫുദ്ദീൻ, മതിലകം BPC AP സിജിമോൾ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തസ്നി തുടങ്ങിയവർ സംസാരിച്ചു. ഓട്ടിസം സെന്ററിലെ കുട്ടികൾ ഉണ്ടാക്കിയ ക്രിസ്തുമസ് കാർഡ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹന് കൈമാറി വിതരണ ഉദ്ഘാടനം നടത്തി. തുടർന്ന് മോട്ടിവേഷൻ ക്ലാസും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മതിലകം BRC പരിധിയിലെ 5 പഞ്ചായത്തുകളിൽ നിന്നായി 75 കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഭിന്നശേഷി ദിനാഘോഷത്തിൽ പങ്കെടുത്തു. പടിയൂർ കുട്ടാടൻ പാടം ക്രിക്കറ്റ് ക്ലബ്ബ് അവതരിപ്പിച്ച കരോക്കെ ഗാനമേളയും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിക 9ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്നു. നാട്ടികയിലെ ക്ഷേത്രത്തിൽ നിന്നും വിളക്കുകൾ മോഷ്ടിച്ചവരെ പോലീസ് പിടികൂടി. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം. TK നവീനചന്ദ്രൻ മനുഷ്യാവകാശങ്ങൾക്കായുള്ള പോരാട്ടം തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.